വലിയ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നേറ്റം ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഈ കഴിഞ്ഞ ദിവസം പാലക്കാടിൻ്റെ MLA ഉൾപ്പെടെ വലിയ രീതിയിൽ പറഞ്ഞതാണ് മൂത്താന്തറയിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കുമെന്നുള്ളത്. ഇവിടെ ബൂത്തിനകത്തിരിക്കാൻ പോലും ഒരാൾ പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. പാലക്കാട് ജില്ലയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പാലക്കാട് നഗരസഭയിൽ വരുന്ന കാഴ്ച കാണാൻ സാധിക്കും. നിരവധിയായ പഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണസമിതി ഉണ്ടാകും. നിരവധി പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് BJP മാറും. അങ്ങനെ വലിയ മുന്നേറ്റം ജില്ലയിലെമ്പാടും ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാലക്കാട് നഗരസഭ ഇന്നേ വരെ BJPക്ക് ലഭിക്കാത്ത ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും പാലക്കാട് നഗരസഭയിൽ BJPക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. പാലക്കാട് നഗരസഭയിലെ പല വാർഡുകളിലും CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും പരസ്പരം സഹായിക്കുന്ന തരത്തിൽ BJPയെ പുറത്താക്കുക എന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നു. അല്ല, ഈ വാർഡിൽ ഉൾപ്പെടെതല്ലേ CPM-ന് സ്ഥാനാർത്ഥിയില്ല. ഈ വാർഡിൽ 2 സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ഒന്ന് BJPയുടെ സ്ഥാനാർത്ഥി, 2 CPM-നും കോൺഗ്രസിനും കൂടെ ചേർന്നുകൊണ്ടൊരു സ്ഥാനാർത്ഥി. ഇത്തരത്തിൽ പാലക്കാട് നിരവധി വാർഡുകളിൽ CPM-ന് സ്ഥാനാർത്ഥി പോലും നിർത്തിയിട്ടില്ല. ഇനി സ്ഥാനാർത്ഥികളെ നിർത്തിയ വാർഡുകളിൽ അവരുടെ സ്ഥാനാർത്ഥികൾ ഇനാക്റ്റീവായിട്ട് നിൽക്കുന്നു. നിരവധി വാർഡുകളിൽ അത്തരത്തിൽ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അതിനനുസരിച്ച് സ്ട്രാറ്റജി ഫോം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നഗരസഭയിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം നടത്തി 3ാമത് ഹാട്രിക് വിജയം നേടുന്നു. തീർച്ചയായും അതിൽ യാതൊരുവിധ സംശയമില്ല. ഇവിടെ 50-ാം വാർഡിൻ്റെ സ്ഥാനാർത്ഥി എന്നോടൊപ്പം നിൽക്കുന്നുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ഈ പാലക്കാട് മൂത്താന്തറ കണ്ണകി നഗർ വാർഡിലെ ബാലേട്ടന് ലഭിക്കാനായിട്ട് പോകുന്നത്. വലിയ മുന്നേറ്റം പാലക്കാട് നഗരസഭയിൽ എല്ലാ വാർഡുകളിലും ഉണ്ടാകും. കോൺഗ്രസിൻ്റെ നിരവധി സിറ്റിംഗ് വാർഡുകളിലെ BJP 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും ഉണ്ടായിരുന്ന വാർഡുകളിൽ ഇത്തവണ BJP ജയിച്ചു കയറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാലക്കാട്ടെ MLA ഒളിവിലായിട്ട് 13 ദിവസം കഴിഞ്ഞു. ഇന്നിപ്പോൾ ചിലപ്പോൾ വോട്ട് ചെയ്യാൻ പ്രത്യക്ഷപ്പെടുന്നൊക്കെയാണ് കേൾക്കുന്നത്. അല്ല, ഇതിനകത്ത് ജനങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ ബോധ്യമുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലൊരു വിഷയമുണ്ടായ സമയത്ത് പാലക്കാടിൻ്റെ MLA ആദ്യം പറഞ്ഞിരുന്നത് ഞാൻ ഇവിടെ പ്രചരണത്തിന് ഇറങ്ങുമെന്ന് പറഞ്ഞു. അതിനുശേഷം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങി. പിന്നെ അതിനുശേഷം ഒരു പരാതി പോലും ഇല്ല എന്ന് പറഞ്ഞു. പരാതി വന്ന സമയത്ത് എനിക്ക് ഇതിനകത്ത് യാതൊന്നും കെയർ ചെയ്യില്ല എന്നുള്ള രീതിയിൽ എനിക്ക് സത്യമേവ ജയതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് പരാതി വന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം അദ്ദേഹം ഇവിടെ നിന്ന് മുങ്ങുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ 13 ദിവസമായിട്ട് അദ്ദേഹത്തെ കാണാനില്ല. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പാലക്കാട്ടെ ജനങ്ങൾ കൃത്യമായി ഇത് ബോധ്യമുണ്ട്. ഉചിതമായ മറുപടി പാലക്കാട്ടുകാർ ഈ സ്ത്രീപീഡകരായ പാർട്ടിക്കും അമ്പലം കൊള്ളക്കാരായ പാർട്ടിക്കും നൽകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. നഗരസഭയൊക്കെ BJPയിൽ നിന്ന് പിടിക്കാൻ പോകുന്നത് രാഹുലിനെ മുൻനിർത്തിയായിരുന്നല്ലോ. വലിയ പ്രചാരണമൊക്കെ രാഹുലിനെ മുൻനിർത്തി നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു താരപ്രചാരകനായിട്ട് രാഹുലിനെ അവതരിപ്പിച്ചുകൊണ്ടൊക്കെ അതൊക്കെ തിരിച്ചടിയാവുന്നുള്ളത്. അത് തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും മികച്ച ഒരു സ്റ്റാർ ക്യാമ്പയിനറെ പോലെ ഇവിടെ പാലക്കാട് നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് നിന്നാണ് അദ്ദേഹം ഒരു സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് അപ്രത്യക്ഷനായി പോയത്. ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ജനങ്ങൾ കൃത്യമായി ഇത് പ്രതികരിക്കും. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല, ഈ പരിസര പ്രദേശങ്ങളിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം പാർട്ടി ഉണ്ടാക്കും.